ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസത്തിലെ അനവരതമായ നന്മകൾ അനുഭവിപ്പാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 19 മുതൽ 21 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 11 അധ്യായം 23 വാക്യം. രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു. സോബ രാജാവായ ഹദദേസറിൻ്റെ ദാസനായിരുന്നു രസോൻ. ഒരു അരാമ്യ രാജ്യമായിരുന്നു സോബ. ദാവീദ് രാജാവിൻ്റെ കാലത്ത് ഈ രാജ്യം വളരെ പ്രബലമായിരുന്നു. ദമ്മേശേക്കിന് വടക്കുള്ള ലെബാനോൻ താഴ്വീതിയിലുള്ള ഈ രാജ്യം കിഴക്കൻ സിറിയ കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതായിരുന്നു. രസോൻ എല്യാദാവ് എന്ന വ്യക്തിയുടെ മകൻ ആയിരുന്നു. രസോൻ തൻ്റെ യജമാനനെ വിട്ട് ഓടിപ്പോയി ദമസ്കോസിൽ അരാമ്യ രാജ്യം സ്ഥാപിച്ചു എന്ന് കാണുന്നു. ശലോമോൻ്റെ ഭരണകാലത്തൊക്കെയും രസോൻ ഇസ്രായേലിന് ഒരു പ്രതിയോഗി ആയിരുന്നു. അതിനു കാരണം ശലോമോൻ ദൈവ ഇഷ്ടത്തിനു വിരോധമായി പ്രവർത്തിച്ചു എന്നതാണ്. അതിന് ദൈവം നൽകിയ ശിക്ഷയായിരുന്നു ഇത്തരത്തിലെ പ്രതിയോഗികളുടെ വളർച്ച. 1 രാജാക്കന്മാർ 11 അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. അങ്ങനെ ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ശലോമോന് തക്കതായ പ്രതിസന്ധിയും പ്രതിയോഗിയെയും ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ജീവിതം ദൈവഹിത പ്രകാരമാണോ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന്. നമ്മുടെ ജീവിതം ഇപ്രകാരമല്ല എങ്കിൽ പ്രതിയോഗിയായ രസോൻ എനിക്കും നിങ്ങൾക്കും മധ്യേ എഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, നമ്മളെ പൂർണ്ണമായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ ഒരു അവസരം കൂടെ നൽകിയതിനായി സ്തോത്രം. പ്രിയ പിതാവേ, തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആമേൻ.